പുതിയ സംരംഭങ്ങൾക്ക് സഹായകരമായിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുന്ന ബിസിനസ്സുകളെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. അതിനകത്ത് നമ്മളിപ്പം ഇന്ന് കെയറോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കെയറോൺ എന്ന് പറയുന്നത് ബിപിൻ സോമൻ എന്ന വ്യക്തിയുടെ പ്രൊപ്പറേറ്റർഷിപ്പിലുള്ള ഒരു സ്ഥാപനമാണ്. അദ്ദേഹം കോട്ടയം ജില്ലയിലാണ്, ഈരാറ്റുപേട്ടയിൽ മൂന്നിലവ് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമുള്ളത്. അപ്പം ഇത് നമ്മളിപ്പം നമ്മുടെ ഒരു വെർഷനാണ്, അതായത് ബിസിനസ്സുകളെ സഹായിക്കുന്നത്, സംരംഭങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു വെർഷനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വെർഷൻ എന്താണെന്ന് നമുക്ക് കേൾക്കാം. അദ്ദേഹം സാധാരണക്കാർക്ക് ആവശ്യമുള്ള തരത്തിൽ ഇപ്പം വീട്ടിൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം പറമ്പിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെയുള്ള കാര്യങ്ങൾ, ഇപ്പം ചെറുകിട സേവനങ്ങളാണെങ്കിലും വലിയ സേവനങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുള്ള സർവീസുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. അപ്പം നമുക്ക് ആവശ്യമുള്ള, അതിപ്പം നമ്മുടെ ഒരു സ്ഥാപനം ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ, ഇപ്പം നമ്മളെ കുറച്ചധികം പ്രോഡക്റ്റുകളോ കാര്യങ്ങളോ കിടക്കുന്ന സ്ഥലം അത് ക്ലിയർ ചെയ്തെടുക്കുന്ന കാര്യമാണെങ്കിലാവാം, കൺസ്ട്രക്ഷൻ ബേസിലാവാം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബേസിലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും മതിലുകൾ കിട്ടുന്ന തരത്തിലാവാം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഒരു വർക്ക് എന്ന് പറയുന്നത് ടാങ്ക് ക്ലീനിങ് ആണ്. ടാങ്ക് ക്ലീനിങ് നമുക്കറിയാം, ഇപ്പം വീട്ടിൽ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും നമ്മുടെ വീട്ടിലാണെങ്കിലും. അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കെയറോൺ എന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടാം. ഞാൻ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാതെ അദ്ദേഹത്തേക്ക് നമുക്ക് നേരിട്ട് കാണാം. ഇപ്പം ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ, ഇന്ന് അദ്ദേഹം ഒരു പറമ്പിൽ അദ്ദേഹം അത് ക്ലീൻ ചെയ്തെടുത്ത്, പറമ്പ് വൃത്തിയാക്കി എടുത്ത് മലയിഞ്ചി കൃഷി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഉള്ളത്. നമുക്കൊന്ന് കാണാം. നമുക്ക് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കണം വർക്ക് പ്രോഗ്രസ്. അവർ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കും. ഇതിൻ്റെ നമ്മളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ട് മനസ്സിലായില്ലേ? മനസ്സിലല്ല, ചെറിയ വർക്കാണല്ലോ അത് നമ്മളൊരു പ്രൊജക്റ്റ് പോലെ അങ്ങ് ചെയ്യുന്നത്. നിലവിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സിവിൽ മെയിൻ്റനൻസ്, പിന്നെ ഹൗസ് കീപ്പിങ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അങ്ങനെ കുറച്ച് വർക്കുകളാണ് ചെയ്യുന്നത്. അത് നിലവിൽ ലോക്കലൈസ് ചെയ്ത് ലോക്കലുള്ള ആളുകൾക്കും കൂടെ സപ്പോർട്ട് ചെയ്ത് അവിടെയുള്ള പ്രൊഫഷണൽ ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ബിസിനസ്സാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് മൾട്ടി ടാസ്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആക്ച്വലി പറഞ്ഞു വരുമ്പോൾ ഓൾ ടൈപ്പ് ഓഫ് സർവീസ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് ബിസിനസ് ആക്ച്വലി സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോക്കലുള്ള ആളുകളെ എല്ലാം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഫ്യൂച്ചറിൽ ഒരു ആപ്പ് നമ്മൾ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് നടത്തണം, എന്നാൽ ഫ്യൂച്ചറിലൊരു ഇൻവെസ്റ്ററെ തപ്പിയെടുക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അതുപോലെ തന്നെ പിന്നെ പാരലി നമ്മൾ ഒരു സപ്പോർട്ട്, ഞങ്ങൾ 2021 ഈ കെയറോൺ എന്ന് പറഞ്ഞ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞാണ് ഒരു ചെറിയൊരു ഓഫീസും അതുപോലെ സെറ്റപ്പ് തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ മാസം 11-ാം തീയതി ആണ് ഉദ്ഘാടനം. 2023 ആയിരുന്നു ഉദ്ഘാടനം. അതിന് അപ്പം ചെറിയ വർക്കുകൾ, ഇന്നും കൂടെ നമുക്കൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് വാട്ടർ ടാങ്ക് ക്ലീനിങ് ആയിരുന്നു. കസ്റ്റമർ റിക്വയർമെൻറ്റ് വാട്ടർ ടാങ്ക് ക്ലീനിങ്, അതായത് നമ്മുടെ വീടുകളിലെ വാട്ടർ ടാങ്ക്, കുടിവെള്ളവും കുടിക്കാനുള്ള വെള്ളവും എല്ലാം ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്ക്, സാധാരണ നോർമൽ വാട്ടർ ടാങ്ക് ഇത്. അപ്പോൾ അതിന്നൊരു 2-3 വർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഒരു വീടിൻ്റെ ഒരു കസ്റ്റമറുടെ ആവശ്യം ഉണ്ടായിരുന്നു. അവർക്ക് പറമ്പുകൾ തെളിച്ച് അവിടെ കുറച്ച് റീപ്ലാന്റിങ്ങും കാര്യങ്ങളും, അതിനുള്ള ആളെ അറേഞ്ച് ചെയ്ത് മൊത്തം മോണിറ്റർ ചെയ്ത്. ഇപ്പം നിലവിലിപ്പം ചെയ്യുന്നത് വാട്സപ്പ് ഗ്രൂപ്പ്, കസ്റ്റമറും ഞാനും ഉള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. അപ്പോൾ അവർക്ക് അപ് ടു ഡേറ്റ് കാര്യങ്ങൾ അറിയിക്കുക. നമ്മൾ ആരെയാണ് സെലക്ട് ചെയ്തത്, അവർക്കും കൂടെ ഓക്കെ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കുന്നത്. അപ്പം ഡെയിലി പ്രോഗ്രസ് കാണിക്കണം. അതുപോലെ തന്നെ നോർമലി എന്തൊക്കെ നടക്കുന്നുണ്ടോ അതെല്ലാം കറക്റ്റ് അവരെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പാരലി നമ്മൾ പറഞ്ഞില്ല, ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, വെഹിക്കിൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു ഓഫീസ് തുടങ്ങുമ്പോൾ അതിനൊരു ഫിനാൻഷ്യൽ റിക്വയർമെൻ്റ് ഉണ്ടല്ലോ. അപ്പം അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസും വെഹിക്കിൾ ഇൻഷുറൻസ് പോലെയുള്ള സാധനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി സർവീസാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു ടാർഗറ്റ്. അതൊരു ആപ്പാണ്. അതുപോലെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം നമുക്ക് താല്പര്യമുള്ള ഒരു ഫീൽഡാണ്. ഇവൻറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി 2-3 കല്യാണം നടത്തി. അതുപോലെ തന്നെ ഒരു അമ്പലത്തിലെ ഉത്സവം നടത്തി. പിന്നെ ഒരു വലിയ ഇലക്ട്രിക്കൽ സംബന്ധമാണെങ്കിൽ നമ്മളതൊരു മല്ലപ്പള്ളിയിലൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ഒരു KSTPയുടെ ഒരു പ്രൊജക്റ്റായിരുന്നു. അതൊരു വലിയ ടീമിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ സബ്ബെടുത്ത് അസോസിയേറ്റ് ചെയ്ത് ചെയ്യുമായിരുന്നു. അതിൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി KSEBയുടെ കണക്ഷനും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമാണ് ഇനി പെൻഡിങ് ഉള്ളത്.
പിന്നെ അതുപോലെ തന്നെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി. അത് പഞ്ചായത്തിൻ്റെ വർക്കായിരുന്നു. അതും ഏകദേശം ഫിനിഷിങ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ വീടിൻ്റെ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതും ഓൾമോസ്റ്റ് 50% ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഓഡിറ്റ് റിലേറ്റഡ് പരിപാടികൾ അതെല്ലാം നമ്മളിങ്ങനെ പാരലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഹൗസ് കീപ്പിംഗ് വർക്ക്, റീഅറേഞ്ച്മെന്റ്, അതൊരു കടയൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയാണ്. ഫസ്റ്റ് ടൈമിൽ നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഷോപ്പ്, അതിന് വേണ്ട സംഭവം അവൻ ഷോപ്പ് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു വലിയ കട ഷിഫ്റ്റ് ചെയ്തൊരു ചെറിയ കടയിലേക്ക് മാറ്റി അറേഞ്ച് ചെയ്യണമായിരുന്നു. അത് കഴിഞ്ഞ് വേണം അടുത്ത അർജൻറ്റായിട്ട് മാറേണ്ട ഒരു അവരുടെ ബിൽഡിങ് പൊളിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പുള്ളി ബിസി ആയിരുന്നു. അപ്പം എന്നെ ഏൽപ്പിച്ചു ആ വർക്കെല്ലാം. അത് നമ്മൾ അതിനുള്ള എന്നൊക്കെ വേണോ അതിനുള്ള ആളുകളെ എല്ലാം അറേഞ്ച് ചെയ്ത് അതിനകത്ത് ഫാബ്രിക്കേഷൻ വർക്ക് ഉണ്ടായിരുന്നു, ടൈലിട്ടിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, സിവിൽ വർക്ക്, അതുപോലെ പെയിൻറ്റിങ്, അങ്ങനെ എല്ലാ പരിപാടിയും അത് കട ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടി ഉൾപ്പെടെ നമ്മളായിരുന്നു മൊത്തം കോർഡിനേറ്റ് ചെയ്ത് മൊത്തം സപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ ബോർഡ് വെൽക്കുന്ന ഉൾപ്പെടെ A to Z പരിപാടി. കസ്റ്റമർ ഒന്നും അറിഞ്ഞിട്ടില്ല. കസ്റ്റമർ നമുക്ക് എല്ലാ വർക്കും കഴിഞ്ഞ് അതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ ഒരു സർവീസ് ചാർജാണ് നമ്മൾ ചെയ്തത്. അപ്പം നമ്മൾ ഈ പറയുന്ന മറ്റേ വർക്ക് ചെയ്യാൻ വരുന്നവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ മേടിക്കുന്നു അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് അല്ല നമ്മുടെ. കസ്റ്റമർ സൈഡിൽ കസ്റ്റമറിന് വേണ്ട ആളുകളെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ട വർക്കുകൾ ചെയ്തു കൊടുക്കുക. നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ക്വാളിറ്റി ഓഫ് വർക്ക്. ഇത് രണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യാവോ അങ്ങനെ ആ രീതിയിൽ വർക്കായിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കുക. വർക്ക് കഴിയുമ്പോൾ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം, കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ഇതാണ് എൻ്റെ എയിം ആക്ച്വലി.